أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. صدق الله. സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ക്രമപ്പെടുത്തി തഖ്വയോടുകൂടി ജീവിച്ച് മരിച്ച് സ്വർഗം നേടിയെടുക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാനവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസി സമൂഹത്തിൻ്റെ മുഹറം ആലോചനയിൽ വളരെ പ്രധാനപ്പെട്ട് വരുന്ന ഒരു ചരിത്ര നിമിഷമാണ് ഹിജ്റ എന്ന് പറയുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ സംഭവിക്കുന്നത് നമുക്ക് അറിയുന്നത് പോലെ സഫർ അവസാനം, അതുപോലെ തന്നെ റബീഉൽ അവ്വൽ തുടക്കത്തിൽ, ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ കൂടിയും മുഹറം മുൻനിർത്തിയാണ് നമ്മൾ കൂടുതലും ഹിജ്റയെക്കുറിച്ച് ചർച്ച ചെയ്യാറുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക ചരിത്രത്തിൽ മറ്റു പല ചരിത്രപരമായ തീരുമാനങ്ങളും എടുത്തിട്ടുള്ള സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണകാലത്ത് ഇസ്ലാമിന് സ്വന്തമായി ഒരു തഖ്വീം, ഒരു കലണ്ടർ, റോമൻ കലണ്ടർ അവിടെ അന്ന് നിലവിലുണ്ട്. പക്ഷേ ഒരു ലൂണാർ കലണ്ടർ, ഒരു ചാന്ദ്രമാസങ്ങളെ കണക്കാക്കിയുള്ളൊരു കലണ്ടർ തയ്യാറാക്കണം. മാസങ്ങൾ അവിടെയുണ്ട്. മുഹറം, സഫറും, റബീഉൽ അവ്വലും റബീഉൽ ആഖിറും, അങ്ങനെ ദുൽഹജ്ജ വരെയുള്ള 12 മാസങ്ങൾ അവിടെ ഉണ്ട്. അത് മക്കക്കാർ നേരത്തെ തന്നെ പറഞ്ഞും രേഖപ്പെടുത്തിയും ഒക്കെ പോരുന്ന മാസങ്ങളാണ്. പക്ഷെ ഒരു വർഷമില്ലാത്തൊരു പ്രശ്നം, അതല്ലെങ്കിൽ ഒരു ഏകീകൃത കലണ്ടർ ഇല്ലാത്തൊരു പ്രശ്നം മുസ്ലിം ലോകത്തിനുണ്ടായി. ഏതെങ്കിലും രണ്ടുപേര് തമ്മിൽ എന്തെങ്കിലും ഒരു കരാർ എഴുതിയാൽ, ബിസിനസ്സിൻ്റെ കരാറ്, അതല്ലെങ്കിൽ കടം വാങ്ങിയ രേഖകളൊക്കെ എഴുതുമ്പോൾ റജബ് മാസം, അതല്ലെങ്കിൽ റമദാൻ മാസം, ഇങ്ങനെ മാസങ്ങൾ മാത്രമേ എഴുതാൻ പറ്റുമായിരുന്നു. അതല്ലെങ്കിൽ ആനക്കലഹ വർഷം കഴിഞ്ഞതിന് ശേഷം ഇത്ര കൊല്ലം, ഇങ്ങനെയൊക്കെയാണ് എഴുതി പോന്നിരുന്നത്. എന്തെങ്കിലും കഴിഞ്ഞൊരു യുദ്ധത്തെയോ അവർക്ക് പരിചിതമായ എന്തെങ്കിലും സംഭവത്തെയോ ചേർത്ത് നിർത്തിക്കൊണ്ട് അതിന് തൊട്ടുടനെയുള്ള 2 വർഷം, അതിനു മുമ്പുള്ള 10 വർഷം, ഇങ്ങനെയൊക്കെയാണ് അവർ രേഖപ്പെടുത്തി പോന്നിരുന്നത്. അവിടെയാണ് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിന് സ്വന്തമായി ഒരു കലണ്ടർ വേണം എന്ന ഒരാലോചന വരികയും അതിന്
നാഴികക്കല്ല, ഇസ്ലാമിക ചരിത്രത്തിലെ നാഴികക്കല്ല ഏതോ ഒരു സംഭവം അതിൻ്റെ ആദ്യ വർഷമായി സ്വീകരിക്കണം എന്നും ചർച്ചകൾ വരുന്നു. ഇപ്പൊ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. വേണമെങ്കിൽ അങ്ങനെ നാഴികക്കല്ലായി സ്വീകരിക്കാവുന്ന സംഭവങ്ങളുണ്ട്. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം വേണമെങ്കിൽ അങ്ങനെ സ്വീകരിക്കാം. നബി തങ്ങളുടെ വഫാത്ത് വേണമെങ്കിൽ ആദ്യ കൊല്ലമായി സ്വീകരിക്കാം. ബദർ യുദ്ധ വിജയം, മക്കം ഫത്ഹ്, ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ വലിയ സംഭവങ്ങളുണ്ട്. പക്ഷേ ആ ചർച്ചയിൽ പ്രമുഖവും പ്രധാനവുമായൊരു സ്ഥാനം, അതല്ലെങ്കിൽ അത്രമേൽ ഗൗരവപ്പെട്ടൊരു നിമിഷം എന്നുള്ള നിലയിൽ മുസ്ലിം സമൂഹം തെരഞ്ഞെടുക്കുന്നത് ഹിജ്റ നടന്ന വർഷത്തെയാണ്. അതായത് ഹിജ്റ നടന്ന വർഷത്തെ ഒന്നാം വർഷമായി, ഇസ്ലാമിക കലണ്ടറിന്റെ ഒന്നാമത്തെ വർഷമായി അംഗീകരിക്കുകയും ഇപ്പൊ നമ്മൾ 1448 ഹിജ്റ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹിജ്റ നടന്ന ഒന്നാം വർഷം മുതൽ ഇപ്പോൾ 1448 വർഷമായിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. അപ്പൊ അത്രമേൽ പ്രധാനപ്പെട്ട ഒരു സംഭവമായി മുസ്ലിം സമൂഹം ഹിജ്റയെ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പൊ എന്താണ് ഹിജ്റ? ഹിജ്റ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മാത്രം നടക്കുന്ന ഒന്നല്ല. ഇസ്ലാമിന്റെ തനത് സ്വഭാവത്തിൽ മുഹാജിർ എന്നുള്ളത്, ഹിജ്റ ചെയ്യുന്ന വ്യക്തിത്വം എന്നുള്ളത് മുൻകഴിഞ്ഞു പോയ എത്രയോ പ്രവാചകന്മാരുടെ ക്വാളിറ്റിയാണ്, അവരിലേക്ക് ചേർത്ത് നൽകപ്പെടുന്ന വിശേഷണമാണ്. ഇന്ന് നമ്മൾ വെള്ളിയാഴ്ച ഓതിയ സൂറത്തുൽ കഹ്ഫിൽ പോലും ഹിജ്റ ചെയ്യുന്ന മനുഷ്യന്മാരെ കുറിച്ചാണ് ചരിത്രം. സ്വന്തം വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി നാട് വിട്ടു പോകേണ്ടി വരുന്നൊരവസ്ഥ. നാട് വിട്ടു പോകേണ്ടി വരിക എന്നുള്ളതല്ല, നാട്ടിൽ നിൽക്കാൻ സമ്മതിക്കില്ല. ഇത് ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാലം കൂടിയാണ്. കാരണം ഇത് ഹിജ്റ കഴിഞ്ഞു പോയ എന്തോ ഒരു സംഭവമാണെന്ന് കരുതൊന്നും വേണ്ട. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എത്ര തന്നെ വ്യക്തിത്വ വിശുദ്ധിയുള്ള ആളുകളാണെങ്കിലും നിങ്ങളുടെ നാട്ടുകാർ എപ്പോഴും നിങ്ങളോട് പറയും നിങ്ങൾ ഈ നാട്ടുകാരല്ല. നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇന്ത്യയിലിപ്പോ നമ്മളോട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ എങ്ങനെ ഒരു സംശയം ഉണ്ടാവും, ഇപ്പൊ നമ്മൾ ഈ നാട്ടുകാരാണോ? വറഖത്ത് ഇബ്നു നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹിയിന്റെ ആദ്യ നിമിഷത്തിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പം ഇവര് 3 പേരും ഇങ്ങനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് വറഖത്ത് ഇബ്നു നൗഫൽ അന്ന് നടത്തുന്ന ഒരു വലിയൊരു പ്രസ്താവനയുണ്ട്. അപ്പോ അദ്ദേഹം പറഞ്ഞു, എല്ലാ ശാരീരിക ഗുണങ്ങളും പ്രവാചകത്വത്തിന്റെ എല്ലാ പൂർത്തീകരണ ലക്ഷണങ്ങളും ഒത്തുവരുന്ന ഒന്നായി തന്നെയാണ് ഈ വ്യക്തിയെ ഞാൻ കാണുന്നത്. ഞാനെങ്ങാനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ താങ്കളുടെ സമൂഹം താങ്കളെ പുറത്താക്കുന്ന നിമിഷത്തിൽ ഞാൻ താങ്കളോടൊപ്പം ഉണ്ടാവും. ഇപ്പൊ നബിക്കിത് ഷോക്കായിരുന്നു. അതായത് വഹിയാണോ ഇത്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഇറങ്ങിയിട്ട് നബിക്ക് പനി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടി മഹദി ഖദീജ റളിയല്ലാഹു അൻഹ, വറഖത്ത് ഇബ്നു നൗഫൽ ഇബ്നു അസദും ഖദീജത്ത് ഇബ്നു ഖുവൈലിദ് ഇബ്നു അസദും ഇവര് കുടുംബക്കാരാണ്. അതുകൊണ്ട് സ്വന്തം കുടുംബക്കാരനായ വറക്കയുടെ അടുത്തേക്കാണ് ഖദീജ ബീവി റളിയല്ലാഹുവിന്റെ റസൂലിനെ ആദ്യം കൊണ്ടുവന്നത്. അപ്പൊ വറഖത്ത് ഇബ്നു നൗഫൽ ആദ്യം പറയുന്നത് ഇതാണ്, വരും കാലത്ത് നിന്റെ സമൂഹം നിന്നെ പുറത്താക്കുമ്പോ അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ താങ്കളുടെ കൂടെ ഉണ്ടാവും. അന്ന് റസൂൽ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, അവ മുഖ്രിജിയ്യഹും, അവരെന്നെ പുറത്താക്കും, എന്റെ സമൂഹം എന്നെ പുറത്താക്കും. അതായത് 40 വയസ്സ് വരെ അൽ അമീൻ എന്നുള്ള സ്ഥാനം കിട്ടി നാട്ടിലങ്ങനെയുള്ളൂ. നാട്ടിലെ സർവ്വസ്വീകാര്യനായ ആൾക്ക്
സ്വീകാര്യത നഷ്ടപ്പെടുത്തുന്ന ഒരു സാധനത്തിലും ആൾക്കാരുണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള സ്വീകാര്യരായ മനുഷ്യന്മാര് പല വിഷയത്തിലും ന്യൂട്രലായിരിക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഭയങ്കര സ്വീകാര്യരായ മനുഷ്യന്മാര് ചില കാര്യങ്ങളിൽ പോയിട്ട് തലയിടൂല. അതെന്ന് വെച്ചാൽ സ്വീകാര്യത നിലനിർത്താൻ. അവര് രണ്ട് വർത്താനൊക്കെ പറഞ്ഞാൽ തീരാവുന്നുണ്ടാവുള്ളൂ. പക്ഷെ നാട്ടുകാരുടെ ഇടയിൽ സർവ്വസമ്മതി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് യഥാർത്ഥ വിഷയത്തിലൊന്നും ഇടപെടൂല, സ്വീകാര്യരായി തുടരും. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഭയപ്പെട്ടിട്ടല്ല ചോദിക്കുന്നത്, എന്നെ സ്വീകാര്യനായി മനസ്സിലാക്കുന്ന ഈ സമൂഹം എന്നെ പുറത്താക്കുമോ? അപ്പൊ വറക്കേണ്ട മറുപടി, ലം യഅതി റജുലുൻ ഖത്തു ബിമിസ്ലി മാ ജിഅത ബിഹി ഇല്ലാ ഊദിയ. താങ്കൾക്ക് ഇപ്പോൾ നൽകപ്പെട്ട ഇതേ സന്ദേശവുമായി വന്ന മുൻഗാമികളിൽ ആരും തന്നെയും ഇല്ലാ ഊദിയ, അവർ ആക്രമിക്കപ്പെടാതെയോ പുറത്താക്കപ്പെടാതെയോ അവർക്ക് പരിഹാസമേൽക്കപ്പെടാതെയോ മർദ്ദിക്കപ്പെടാതെയോ പോയിട്ടില്ല. ഇത് ഇസ്ലാമിൻ്റെ ഒരു ഇന്നേറ്റീവായ, അതിൻ്റെ അംശത്തിലുള്ള, അതിൻ്റെ ഉള്ളിലുള്ളൊരു സാധനമാണ്. ഇപ്പൊ നമ്മൾ ഹിജറ, ചരിത്രത്തിൽ ഹിജറ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി മുസ്ലിം സമൂഹം എന്നുള്ളതിൽ ഈ ലോകത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ കരുതും, ഓ ലോകത്ത് മുസ്ലിം സമൂഹത്തിൽ മൊത്തം പ്രശ്നം, ഫലസ്തീനിൽ പ്രശ്നം, ലോകത്ത് മുഴുവൻ പ്രശ്നം. ലോകത്ത് ഇപ്പുറത്ത് പ്രശ്നം മാത്രമല്ല, ഇത് പ്രശ്നമാക്കപ്പെടുകയാണ്. ഇപ്പോ ചുവന്ന പശുവിന് ഇന്നലെ ഇസ്രായേലിൽ കണ്ടു എന്നാണ് പറയുന്നത് അല്ലെ. ചുവന്ന പശു എന്നുള്ളത് അക്സ പൊളിക്കാനുള്ള അവരുടെ ന്യായമാണ്, അവസാനത്തെ ന്യായമാണ്. അതിനെ പഴയ നിയമത്തിലെ ഏറ്റവും വിശുദ്ധമായ പശുവാണ് ചുവന്ന പശു. ആരോഗ്യവും ലക്ഷണവും ഒത്തതായ പശുവിൻ്റെ അതിൻ്റെ വിശുദ്ധ ചാരത്തിൽ നിന്നാണ് സംസ്കരണ പ്രക്രിയകളൊക്കെ നടക്കേണ്ടത്. അതായത് അടുത്തതായി അക്സയുടെ ഇപ്പോൾ എക്സ്കവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ 300 മീറ്ററോളം ഖനനൊക്കെ കഴിഞ്ഞു. ഇനി അത് അക്സ തകർക്കാനുള്ള അടുത്ത ന്യായം ഉണ്ടായി വരികയാണ്. ഫലസ്തീനിലുള്ള ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ന്യായം ഉണ്ടാവുകയാണ്. ഇറാൻ ആക്രമിക്കാനുള്ള ന്യായം ഉണ്ടാവുകയാണ്. മുസ്ലിം ലോകത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ന്യായങ്ങൾ ഉണ്ടാവുകയാണ്. മുസ്ലിം ലോകത്തെ പോകട്ടെ, അതല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ നാടൊക്കെ ഏറ്റവും വലിയ ലോകത്തെ ജനാധിപത്യം ഇങ്ങനെ പൂത്ത് പന്തലിച്ചിരിക്കുന്ന രാജ്യം എന്ന് പറയും. അവിടെയും ആർക്കെതിരെയാണ് വിദ്വേഷം? മുസ്ലിം സമൂഹത്തിനെതിരെയാണ്. അപ്പോൾ ഇത് മുൻനിർത്തിക്കൊണ്ട് കൂടി നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് പ്രവാചക ചരിത്രത്തിൽ ഒരു ഹിജ്റ? നമ്മൾ ഹിജ്റ പോലും ചെയ്യാൻ പറ്റാത്തൊരു കാലത്താണ് ഉള്ളത്. വിസ 1920 വിസ നിയമമൊക്കെ വന്നിട്ട് ലോകത്ത് മനുഷ്യന്മാർക്ക് അവിടെ കൊടുക്കും പോകാൻ പറ്റാത്ത ഒരു കാലത്താണ് നമ്മളുള്ളത്. നമ്മുടെ രാജ്യം ഇപ്പോൾ പുതിയൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. പണ്ട് വിസ പോകുന്ന രാജ്യം അംഗീകരിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ 2-3 മാസം മുമ്പുള്ള നിയമം അനുസരിച്ച് നിങ്ങൾ ഏത് നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ആൾക്കാർ ഇതിന് തീരുമാനിക്കും. അപ്പൊ ഇത് എത്രമേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമേൽ ഇതുമായി ബന്ധപ്പെടുത്തി, അതല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ അസ്ഹാബുൽ കഹ്ഫ്, സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, അതല്ലെങ്കിൽ ഈസാ അലൈഹിസ്സലാമക്ക് സ്വന്തം സമൂഹത്തിൽ നിന്ന് ഒളിഞ്ഞ് ജീവിക്കേണ്ടി വന്നു. നിങ്ങൾക്കറിയാം ചരിത്രം. ഈസാ അലൈഹിസ്സലാം ആരാണ് എന്നുള്ള നിലയിൽ പോലും തീർച്ചയില്ലാത്ത അത്രമേൽ ഒളിഞ്ഞു താമസിക്കേണ്ടി വന്നു. പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്രമേൽ പ്രധാനപ്പെട്ട ഒരു സംഭവമായി ഹിജറ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഹിജറയാണ് ഇസ്ലാമിക സമൂഹം അവരുടെ ഒരു കലണ്ടർ, അതിൻ്റെ ആദ്യ വർഷം തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നാഴികക്കല്ലായ 1-ാം വർഷമായി തീരുമാനിച്ചു. അപ്പോൾ റസൂല് അതിനു മുമ്പേ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. ഹിജറ എന്നുള്ളത് ഒരു സംഭവ ലോകത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം സമൂഹത്തിന് അവരുടെ നീക്കുപോക്കുകൾ എങ്ങനെയാകണം എന്നുള്ളതിൻ്റെ മുൻമാതൃകയാണ്. മുസ്ലിം സമൂഹം സംഭവ ലോകത്ത് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എന്ന് അവരെക്കുറിച്ച് ധാരണയുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതത്തിൽ എടുത്ത സ്റ്റെപ്പുകളിൽ അത് അതേപോലെ പകർത്തുന്നതിൽ എന്നല്ല, കാരണം അത് ചരിത്ര സംഭവമാണ്. ഓരോ കാലത്തിൻ്റെയും വ്യത്യസ്തതകളും ഓരോ സ്ഥലത്തിൻ്റെയും സവിശേഷതകളും സാഹചര്യത്തിൻ്റെ ഗൗരവതരമായ അവസ്ഥ വ്യത്യാസങ്ങളൊക്കെ അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടും. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഹബശയിലേക്കാണ് ഒരു സംഘത്തെ ഹിജറക്ക് അയക്കുന്നത്. അബുസീനിയയിലേക്ക് പോകുന്ന ഹിജറ സംഘം നമുക്കറിയാം.
ആ സംഘത്തിൽ നമ്മൾ സാധാരണ പറയാറുള്ളത് പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും എന്ന നിലക്ക് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാറുള്ളത്. പക്ഷെ അത് മാത്രമല്ല, ഇസ്ലാമിന്റെ വലിയ സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ടുള്ള ഒന്നാമത്തെ യാത്രയാണത്. ഇസ്ലാം എവിടെയാണ് അതിന് പടർന്നു പന്തലിക്കാൻ? ഈ മക്കയിലല്ലെങ്കിൽ മക്കൾക്ക് പുറത്ത്. മിനൽ ഖറിയത്തൈനി അള്ളി ഖുർആൻ പറയുന്ന അനുസരിച്ച് 2 വലിയ ഖറിയത്തുകളാണ്. മദീനക്ക് പുറമെ ഖുർആൻ പറയുന്ന 2 ഖറിയത്ത്, ഒന്ന് മക്കയും മറ്റൊന്ന് ത്വായിഫുമാണ്. അപ്പോ മക്കക്കാരുടെ ഒരു സംശയം, ഈ പ്രവാചകന് ഈ പറയുന്ന ഖുർആനും വഹിയൊക്കെ ഇറങ്ങുന്നതിന് പകരം ഞങ്ങളുടെ കൂട്ടത്തിൽ ലൗല ഉൻസില അലൈഹിൽ ഖുർആൻ, എന്തുകൊണ്ട് ഇവർക്ക് ഖുർആൻ ഇറങ്ങുന്നില്ല? മക്കയിലും ത്വായിഫിലുമുള്ള വളരെ 2 പ്രധാനപ്പെട്ട 2 സാഹിത്യകാരന്മാരുണ്ടായിരുന്നു. അതിലൊന്ന് വലീദ് ഇബ്നു മുഗീറയായിരുന്നു, മറ്റൊന്ന് ത്വായിഫുകാരനായ ഉർവത്ത് ബിൻ മസൂദ് സഖഫി എന്ന് പറയുന്ന മറ്റൊരാളായിരുന്നു. അപ്പോൾ മക്കയും ത്വായിഫും ഇവിടെയാണ് റസൂലിന് ഏറ്റവും കൂടുതൽ ശത്രുത നേരിടേണ്ടി വന്നത്. അപ്പോൾ മക്കക്കാര് റസൂലിനെ അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഉപദ്രവിക്കാൻ തുടങ്ങി റസൂലിന്റെ കൂടെയുള്ളവരെ. പക്ഷെ ത്വായിഫിലേക്ക് റസൂല് അത്രമേൽ നിഷ്കളങ്കമായ മനസ്സ് കാത്തു സൂക്ഷിച്ച വ്യക്തിത്വത്തിനുടമയായതുകൊണ്ട് റസൂല് ത്വായിഫിലേക്കും പോയി നോക്കി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം, അബൂ താലിബിന്റെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ ഉമ്മ വഴിക്കുള്ള കുടുംബവും ബന്ധുക്കളൊക്കെ ഉള്ള സ്ഥലമാണ് ത്വായിഫ്. അവിടെ പോയി അന്വേഷിച്ചു. പക്ഷെ അവിടെ നിന്ന് ചെറിയ കുട്ടികളെ വെച്ച് കല്ലെറിയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെ പ്രശ്നമല്ല, മറിച്ച് കുട്ടികൾക്ക് ഒരു ലോജിക്കും ഇല്ലാതെ കല്ലെറിയാൻ വേണ്ടിയിട്ട് റസൂലിനെ പ്രേരിപ്പിച്ചു, റസൂലിന്റെ മേൽ കല്ലെറിയാൻ വേണ്ടി പ്രേരിപ്പിച്ചു എന്നാണ് അതിനർത്ഥം. റസൂലിന്റെ ശരീരത്തിൽ നിന്ന്, തലയിൽ നിന്ന്, ശരീരത്തിൽ നിന്ന്, കണങ്കാലിൽ നിന്നൊക്കെ ചോര പൊട്ടിയൊഴുകി ത്വായിഫിന്റെ തെരുവോരങ്ങളിലൂടെ റസൂല് ഇങ്ങനെ നടന്നു ഒരു തോട്ടത്തിൽ അഭയം പ്രാപിച്ചു എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ശത്രുക്കൾ ഉത്ബയും ഷൈബയുടെയും തോട്ടം, മക്കക്കാരായ ഇവരുടെ തോട്ടമുള്ളത് ത്വായിഫിലാണ്. ഇവർ ഈ രംഗം കണ്ടിട്ട് ശത്രുക്കൾക്ക് പോലും മനസ്സൊന്ന് ഒരു അലിവുണ്ടായിട്ട് റസൂലിന് കുറച്ച് മുന്തിരി കൊടുത്തയച്ചു എന്നൊക്കെ ചരിത്രമുണ്ട്. പക്ഷെ അവിടെ മുന്തിരി കൊടുത്തയച്ച ആള് റസൂലിനോട് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ അതിൽ പിന്നീട് ഒരു കോപിഷ്ഠരാവുന്നുണ്ട്, അത് വേറെ ചരിത്രം. അപ്പൊ എവിടെ പോയാലും റസൂലിന് മർദ്ദനവും പീഡനങ്ങളും ഒക്കെയുള്ള ഘട്ടത്തിൽ റസൂൽ ആദ്യം അബസീനിയയിലേക്ക് ഒരു സംഘത്തെ അയക്കുന്നു, ത്വായിഫിലേക്ക് പോയി നോക്കുന്നു. പിന്നീടാണ് നേരത്തെ തന്നെ ഇസ്ലാമിന്റെ സാധ്യതകളുള്ള പ്രദേശത്തേക്ക് നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതിന്റെ തെളിവാണ്. ഞാനും നിങ്ങളൊക്കെ പഠിക്കേണ്ട നമ്മൾ നാട്ടുകാരുള്ള ഒരു 4-5 ജനിച്ച 4 വീടും അതിൻ്റെ അപ്പുറത്തുള്ള ചുറ്റോർത്തും തന്നെ ഇങ്ങനെ കിടന്ന് കറങ്ങാൻ പാടില്ല എന്നുകൂടിയാണ് പറയുന്നത്. ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടെമ്പാടും നടത്താനുണ്ടെന്നാ പറഞ്ഞത്. നേരത്തെ തന്നെ ജാഹിലിയ കാല ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പലയിടങ്ങളിൽ നിന്നും സംഘങ്ങൾ എത്തുന്ന പോലെ മദീനയിൽ നിന്നും, അന്ന് മദീന എന്നല്ല പേര്, യസ്രിബിൽ നിന്നും സംഘം എത്തുമായിരുന്നു. അപ്പോൾ ഈ നുബുവത്തിന്റെ ഈ 10ാം വർഷം ആദ്യം ഒരു സംഘം എത്തി. 1ാം അഖബ ഉടമ്പടി എന്ന് പറഞ്ഞ ഫസ്റ്റ് പ്ലഡ്ജ് ഓഫ് അഖ്വ, 1ാം അഖബ ഉടമ്പടി. അവിടെ ആദ്യത്തെ ഒരു കൂട്ടർ നേരത്തെ തന്നെ റസൂലിനെ കുറിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും അവസാന റസൂലിനെ കുറിച്ച് പ്രതീക്ഷാപൂർവം കാത്തിരിക്കുന്ന ജൂതന്മാരിൽ നിന്നും ക്രൈസ്തവരിൽ നിന്നുമൊക്കെയുള്ള വിവരം അവരോടൊപ്പം താമസിച്ച് പരിചയമുള്ള കൂട്ടരാണ് ഈ മദീനത്തുള്ള ഈ ആൾക്കാർ. അവര് മക്കയിലെത്തിയപ്പോൾ റസൂലിനോടൊപ്പം വിശദമായി സംസാരിക്കുകയും ആദ്യം ഒരു 12 പേരാണ് വരുന്നത്. തങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടരെ, നിങ്ങൾ ആലോചിക്കണം, തങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടർ ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് എത്തിക്കണം, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കൊപ്പം പറഞ്ഞയച്ചു. വബതഅസമഹും മുസ്അബ് ഇബ്നു ഉമൈർ വ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം യുഅല്ലിമാനി അഹ്ലഹ അൽ ഖുർആന വൽ ഈമാൻ. അവർക്ക് എന്താണ് ഈമാൻ എന്നും ഖുർആൻ എന്നും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിലെ ആദ്യത്തെ 2 ഫുൾ ടൈമേഴ്സാണ്. ആര്? ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമും മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അവ്വലു സഫീരിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ 1ാമത്തെ അംബാസഡറാണ് ഇസ്ലാമിക രാജ്യത്തിന്റെ. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അവിടെ ചെല്ലുകയും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം പ്രത്യേകമായി അവിടുത്തെ ആളുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയും തൻ്റെ വശ്യസുന്ദരമായ ശൈലി കൊണ്ട് പ്രബോധക മനസ്സുകളിൽ മുസ്അബിന് ഇടം ലഭിക്കുകയും, ഇവിടെ ഇതുവരേക്കുമുള്ളത് 100 കണക്കിന് മനുഷ്യരാണെങ്കിൽ 1 വർഷം കൊണ്ട് അടുത്ത കൊല്ലം 2ാം അഖബ ഉടമ്പടിയിലേക്ക് വരുന്നത്
ഏകദേശം 75 പേരാണ്. 73 പുരുഷന്മാർ 2 സ്ത്രീകളും 75 പേരാണ്. അപ്പോൾ ഇസ്ലാമിന്റെ എവിടെയാണ് നിങ്ങൾക്ക് ഇസ്ലാമിന് അനുഗുണമായ റെസ്പോൺസ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റൂല. ഇത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ഇസ്ലാമിന്റെ സാധ്യതകൾ നമ്മൾ തേടുക, അന്വേഷിക്കുക, അതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ഇസ്ലാമികമായ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഒരു കാലത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഔസും ഖസ്റജും യസ്രിബില് ആ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്തെത്തുന്ന വർഷത്തിന് തൊട്ട് മുമ്പ് ഒരു യുദ്ധം നടക്കുന്നുണ്ട്. കാരണം ഔസും ഖസ്റജും എന്നെല്ലാം എപ്പോഴും യുദ്ധം നടക്കുന്ന ഗോത്രങ്ങളാണ്. ചെറിയ കാര്യങ്ങൾക്ക് പിന്നിൽ, ചെറിയ വിഷയങ്ങൾക്ക്, അതിൻ്റെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, ചെറിയ കുട്ടികൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിൻ്റെ പേരിൽ ഗോത്രങ്ങൾ തമ്മിൽ നീണ്ടു നിൽക്കുന്ന കച്ചറകൾ ഉണ്ടാവുമായിരുന്നു. ഔസിന്റെയും ഖസ്റജിന്റെയും വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ അതിന് തൊട്ട് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ തൊട്ട് മുമ്പുള്ള യൗമു ബുആസ് എന്ന് പറയുന്ന ഒരു യുദ്ധ സന്ദർഭത്തിൽ വെച്ച് മരണപ്പെടുന്നുണ്ട്. അതായത് സ്വന്തം നേതാക്കൾ, ഔസിന്റെ കുറെ നേതാക്കളും മരണപ്പെട്ടു, ഖസ്റജിന്റെ കുറെ നേതാക്കളും കൊല്ലപ്പെട്ടു. അപ്പോൾ അവര് ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം എന്ന് അവർക്ക് തന്നെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ അവസാനിപ്പിക്കും? ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവിടുന്ന് വരുന്നത് മാത്രമല്ല, മറിച്ച് വേറൊരു സമൂഹത്തിൽ നിലനിന്നിരുന്ന ശാസ്ത്രവത്തെ, അവർ തമ്മിലുള്ള വൈരത്തെ, അവർ തമ്മിലുള്ള ഒടുങ്ങാത്ത പകയെ, ഫഅസ്ബഹ്തും ബിനിഅ്മതിഹി ഇഖ്വാന, വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനന്നാർ, നിങ്ങൾ നരകക്കുണ്ടിന്റെ വക്കിലായിരുന്നു, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു, നിങ്ങൾ അള്ളാഹുവിന്റെ നിഅമത്ത് ഒന്നുകൊണ്ട് മാത്രമാണ് ഇഖ്വാനുകളായത്. ഇപ്പൊ നമ്മൾ തമ്മിൽ സാഹോദര്യം ഉള്ളത് എന്തിന്റെ പേരിലാണ്? ഇസ്ലാമിന്റെ പേരിലാണ്. ലോകത്തെ ഏതൊരു ദർശനത്തിനും ആ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ അവർ സഹോദരന്മാരൊന്നും ആയിരിക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഏത് മതത്തെയും നിങ്ങൾ പഠിച്ചോ, എല്ലാവരും ഒരുപോലെ എന്ന് കരുതി ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ സഹോദരന്മാരായി കാണാൻ പറ്റുന്ന ഒരു ദർശനവും ഇന്ന് ലോകത്ത് മനുഷ്യർക്കില്ല. ഒന്നുകിൽ അത് ക്ലാസിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ മുതലാളിയും തൊഴിലാളിയും തമ്മിൽ പ്രശ്നമായിരിക്കും, ഒന്നുകിൽ ലിംഗത്തിന്റെ പേരിൽ ആണും പെണ്ണും എതിർധ്രുവത്തിലായിരിക്കും, അതല്ലെങ്കിൽ വർണ്ണത്തിന്റെ പേരിൽ അത് കറുത്തവനും വെളുത്തവനും പ്രശ്നക്കാരനായിരിക്കും, ഭൂഖണ്ഡത്തിന്റെ പേരിൽ ഏഷ്യക്കാരനും ആഫ്രിക്കക്കാരനും യൂറോപ്യനും അമേരിക്കക്കാരനും വ്യത്യസ്തനായിരിക്കും. അവിടെയാണ് ഹിജ്റ പറയുന്നത്, നിങ്ങൾ മക്കക്കാരായാലും മദീനക്കാരായാലും ഔസുകാരനായാലും ഖസ്റജുകാരനായാലും നിങ്ങളെ ഒന്നിപ്പിക്കുന്നത് ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരേ ഒരു അവശേഷിക്കുന്ന ഒരു പേടി ഈ സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ഐഡിയോളജിയാണ്. ഇന്ത്യയിൽ സംഘപരിവാറിന് ഇസ്ലാമിനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു ഭീതി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവർ മതപരിവർത്തന വിരുദ്ധ നിയമമൊക്കെ വെച്ചുകൊണ്ട് ഈ സാധനം നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഐഡിയോളജി, ഒരു ദീന് എന്നുള്ളത് ഇസ്ലാമാണെന്ന് നമുക്കറിയില്ലെങ്കിലും ശത്രുവിനറിയാം. നമുക്ക് മാത്രമേ ഇതറിയാത്ത പ്രശ്നമുള്ളൂ. എന്താണ് വർണ്ണാശ്രമ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു സൊസൈറ്റിയിൽ ഇസ്ലാം നിലനിന്ന് ഇസ്ലാമിൻ്റെ ആശയങ്ങൾക്ക് പ്രചാരമോ അതല്ലെങ്കിൽ പ്രചാരമില്ലെങ്കിൽ കൂടിയും അതിൻ്റെ അസ്തിത്വം തന്നെയും എത്രമേൽ അപകടകരമായ ഒരു ഭീഷണിയാണ് തങ്ങൾക്ക് ഒരുക്കുന്നത് എന്ന് സ്വാഭാവികമായും സംഘപരിവാറിനറിയാം. പകൽ പോലെ വ്യക്തമായൊരു കാലത്ത് അങ്ങനെ സംഘപരിവാറിന് ഇപ്പോൾ അജണ്ടകൾ ഇങ്ങനെ ഹിഡൻ അജണ്ടകളൊന്നുമില്ല. അജണ്ടകൾ ഹിഡനായിട്ടോ പുറത്തോ ആയിട്ടോ ഇല്ലാത്ത മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഹിജ്റ നിങ്ങളോട് പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക? എന്താണ് മുസ്ലിം ഉമ്മത്തിന്റെ പ്ലാൻ? എന്താണ് മുസ്ലിം സംഘടനകളുടെ, മുസ്ലിം രാജ്യങ്ങളുടെ, മുസ്ലിം ഭരണകൂടങ്ങളുടെ, ലോകത്ത് മൊത്തം? കാരണം ഒന്നുകിൽ മുഹാജിറുകളുള്ള കാലം, ഇപ്പുറത്ത് അൻസാരികൾ എവിടെ? ഇസ്ലാമിന്റെ ചോദ്യമാണോ? ഹിജ്റ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. മുസ്ലിം സമൂഹത്തിൽ 2 കൂട്ടരുണ്ടാവും, ഒന്ന് അൻസാറുകളും മുഹാജിർ. എല്ലാ കാലത്തും ഉണ്ടാവും. ഒരു കാലത്ത് ഇസ്ലാം സങ്കടകരമായ ഒരു കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അൻസാറുകൾ മുഹാജിറുകളെ കയ്യും നീട്ടി സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അത്രമേൽ തീക്ഷ്ണമായൊരു സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കൂട്ടർക്കും കൂടെ വന്ന മുഹാജിറുകൾക്കുമൊക്കെ സാധിച്ചത്. അതോടൊപ്പം അത് അവരുടെ തന്നെയും മറ്റൊരു നാഗരികതയുടെ തന്നെ ശില്പിയായി റസൂൽ മാറുകയായിരുന്നു. അപ്പോ അടുത്തൊരു നിമിഷം ഹിജ്റ എന്നുള്ളത് അൻസാറുകളും മുഹാജിറുകളും, മുസ്ലിം സമൂഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസാറുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്.
മുഹാജിറുകളായ ഒരുപാട് പേരുണ്ടാവും. അത് ചിലപ്പോൾ ഫലസ്തീനാകാം, അതല്ലെങ്കിൽ ഓരോ സമൂഹത്തിലെയും വ്യത്യസ്ത പീഡിത തദ്ദേശീയ ന്യൂനപക്ഷങ്ങളാകാം, ഒക്കെ ആകാം. അവിടെ ഹിജ്റ നമ്മളോട് പറയുന്നത് നിങ്ങൾ അൻസാരികളാവുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ മുഹാജിറുകളെ പോലെ സർവം ക്ഷമിക്കാനും സർവം ത്യജിക്കാനും തയ്യാറാവുക. 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾ മുഹാജിറാകണം, അതോടൊപ്പം നിങ്ങൾ അൻസാറുമാകണം. നാട് വിട്ടു പോകുന്നതിനെ കുറിച്ചല്ല ഈ പറഞ്ഞത്. പക്ഷേ നിങ്ങളുടെ ത്യാഗത്തിന്റെ സുഹൈബുർ റൂമിയോട് മക്കാര് പറഞ്ഞത്, നീ പോയിക്കോ, പക്ഷേ നിന്റെ സ്വത്ത് കൊണ്ടുപോകാൻ പറ്റൂല. നീ വേണമെങ്കിൽ യസ്രിബിലേക്ക് പോയിക്കോ, ഞങ്ങൾക്ക് വലിയ തടസ്സവും വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നീ എല്ലാം സമ്പാദിച്ചത് ഇവിടെ നിന്നാണ്. അതുകൊണ്ട് ഒരു ചില്ലിക്കാശ് നിനക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റൂല. നീ ഇവിടെ ഇട്ട് പോകണം. സുഹൈബ് പോയി. കാരണം സുഹൈബിന് ആദർശത്തോട് അത്രമേൽ പ്രതിബദ്ധതയുണ്ടായിരുന്നു. സുഹൈബിനെ കണ്ട റസൂല് കെട്ടിപ്പിടിച്ച് പറഞ്ഞത്, റബിഹ സുഹൈബാണ് യഥാർത്ഥത്തിൽ ലാഭം ഉണ്ടാക്കിയത്. അപ്പൊ ഇസ്ലാമിന്റെ പേരിൽ ലാഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ച് കണക്കാക്കുന്ന നമ്മളുടെ, നേരത്തെ പറഞ്ഞല്ലോ, നേട്ടവും കോട്ടവും ഒക്കെ പുതിയ കാലത്ത് ഇസ്ലാമിന് വേണ്ടിയിട്ട് വരെ ചിലപ്പോൾ ഒറ്റുകൊടുക്കാനും പൂഴ്ത്തിവെക്കാനും ഒക്കെ തയ്യാറായ ആളുകളോട് അള്ളാഹ് ചോദിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു കുനു അൻസാറല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ അൻസാറുകളാവുക. കമാ ഖാല ഈസ ഇബ്നു മറിയം ലിൽ ഹവാരിയീന മൻ അൻസാരി ഇലല്ലാഹ് ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്. സാധ്യതയുള്ള എല്ലാ മുസ്ലിമുകളും അൻസാറുകളും, ബുദ്ധിമുട്ടുകളുള്ള എല്ലാ മുസ്ലിമുകളും മുഹാജിറുകളുമായി ത്യാഗസന്നദ്ധതയും അനുസരണബോധവും ഉണ്ടെങ്കിൽ മാത്രം മുസ്ലിം സമൂഹത്തിന് അടുത്തൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യുന്ന, അതിന് റസൂലിൻ്റെ ഒരുപാട്, ഇപ്പോൾ മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ അയച്ചത് മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടൊപ്പം വാഹനത്തെ തയ്യാറാക്കി നിർത്തുന്നത്, പതിവ് റൂട്ടിൽ നിന്ന് വ്യത്യസ്തമായി ചെങ്കടൽ തീരത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി മക്കക്കാരും മദീനക്ക് സഞ്ചരിക്കാത്ത വഴിയിലൂടെ സൗറിലേക്ക് ആദ്യം സഞ്ചരിച്ച് അവിടെ തങ്ങുന്നത്, 3 ദിവസം തങ്ങി പിന്നീട് 8 ദിവസം യാത്ര ചെയ്ത് ഖുബയിൽ എത്തുന്നത്, ഖുബാ പള്ളിയിൽ എത്തുമ്പോൾ അവിടെയുള്ള ഔസിനെയും ഹസ്റജിനെയും, കാരണം ഔസിന്റെ പരിധിയിലാണ് ഖുബാ പള്ളി ഉള്ളത്, ഹസ്റജുകാർ അതിൻ്റെ തൊട്ടപ്പുറത്താണ് നിൽക്കുന്നത്, അവർ രണ്ടുപേരെയും ഒരുമിപ്പിച്ച് ഒരു പള്ളി ഒരുമിച്ച് നിർമ്മിക്കുന്നത്. ആ പള്ളിയിൽ മൻ തതഹറ ഫീ ബൈതിഹി സുമ്മ മശാ വഅത മസ്ജിദ ഖുബാ ഫസല്ല ഫീഹി റകഅതൈനി ഫലഹു കഅജ്രി ഉംറ. ഒരാൾ സ്വന്തം വീട്ടിൽ നിന്ന് ഒതെടുത്ത് വന്ന് മസ്ജിദ് ഖുബയിലെത്തി അവിടെ നിസ്കരിച്ചാൽ ഒരു ഉംറയുടെ കൂലി, മദീനയിൽ പോയിട്ട് ഒരു പള്ളിയിൽ നിസ്കരിച്ചാൽ അവിടെ ഉംറയുടെ കൂലി വെച്ചു. എന്താന്ന് വെച്ചാൽ ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, ഈ ലോകത്ത് പരസ്പരം ഒരുമിക്കാത്ത 2 കൂട്ടർ, ഔസും ഹസ്റജും, അവർ ഇസ്ലാമിന്റെ പേരിൽ ഒരുമിച്ചതിന്റെ നിത്യസ്മാരകമായി, ഇസ്ലാമിന്റെ ഒന്നാമത്തെ കേന്ദ്രമായി മാറിയതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ നിസ്കരിച്ച ഉംറയുടെ കൂലി പറഞ്ഞിട്ടില്ല, മസ്ജിദ് ഖുബയിൽ നിസ്കരിച്ചാൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇസ്ലാമിക ചരിത്രത്തിലെ ഇത്തരം സംഭവങ്ങൾ, ഇങ്ങനെ ചരിത്രം ഇങ്ങനെ കേട്ട് ഇങ്ങനെ വളരെ സന്തോഷം, അതല്ല, നമുക്കെന്താണ് നമ്മളുടെ ഓരോ ചെറിയ യൂണിറ്റുകൾക്കും മഹല്ലുകൾക്കും നാട്ടുകാർക്കും ഭരണകൂടങ്ങൾക്കും ലോകതലത്തിൽ മുസ്ലിം ഉമ്മത്തിനൊക്കെ എന്തൊക്കെ ചെയ്യാനുണ്ടോ അതിൻ്റെ പാഠങ്ങൾ ഹിജ്റ ഉണർത്തുപാട്ടായി നമ്മളോട് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ നല്ല പാഠങ്ങൾ ജീവിതത്തിൽ എടുക്കാനുള്ള തൗഫീക്ക് നൽകി നമ്മളെയും മുസ്ലിം സമൂഹത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.